ഹലോ, സിന്ദൂര പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് കൂടെ തരണേ. ഇന്ദുവിനെ അണിയിച്ചൊരുക്കിയിട്ടാണല്ലോ പൂർണ്ണി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കുള്ള പാലുമായിട്ടാണ് രാധികയെ വാസന്തി പറഞ്ഞു വിട്ടിട്ടുള്ളത്. പാല് കൊണ്ടുവന്ന രാധിക ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇന്ദു വേഷമൊക്കെ മാറ്റി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അത് ശരിക്കും അവളൊരു കുശുമ്പുണ്ടാക്കിയെങ്കിലും അവൾ പറയുന്നുണ്ട്, ആഹാ, സത്യം പറഞ്ഞാൽ നീ റെഡിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾക്കിട്ട് പണി തരുന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ നീ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ഞങ്ങൾ പറയാൻ നീ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. അത് കേട്ടത് ഇന്ദുവിനൊരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഈ പാല് നിനക്ക് തന്നിട്ട് നിനക്ക് ആശംസകൾ അറിയിച്ചിട്ട് പോവാമെന്ന് കരുതി വന്നതാണ്. എന്നിട്ട് ആ പാല് ഇന്ദുവിൻ്റെ കയ്യിൽ നിർബന്ധമായിട്ട് പിടിച്ചു വെപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആശംസകൾ ഇന്ദു, നിൻ്റെ പുതിയ കുടുംബ ജീവിതത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനൊന്നും ഇന്ദു മറുപടി പറയുന്നില്ല. രാധിക തന്നെ നിർബന്ധിച്ചിട്ടാണ് ഇന്ദുവിനെ നീലൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നത്. നീലനാണെങ്കിൽ ആദ്യ രാത്രിയിലേക്ക് വേണ്ടുന്ന വേഷമൊക്കെ മാറ്റിയിട്ട് അവിടെ ബെഡിൽ ഇരിക്കുകയാണ്. റൂമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. രാധിക തന്നെ ഇന്ദുവിനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വാതിൽ പുറത്തു നിന്നും ക്ലോസ് ചെയ്യാണ്. അവരുടെ വാതിൽ പുറത്തു നിന്ന് വേണം ലോക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്ദു മുറിയിലേക്ക് വന്ന സമയത്ത് അവൾക്ക് ആകെ ഒരു വല്ലാത്ത മനപ്രയാസം തോന്നുന്നുണ്ടായിരുന്നു. അവൾ നേരെ നീലൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളെ കണ്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം കണ്ണുകൾ നോക്കി നിൽക്കുകയാണ്. നീലൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയം തന്നെ ആയിരുന്നു ഇതെങ്കിലും അവനത് തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഇന്ദുവിൻ്റെ മുഖത്ത് അത്രയേറെ വിഷമം അവൻ കാണുന്നുണ്ട്. രാധിക നേരെ പുറത്ത് വാസന്തിയുടെ അടുത്തേക്ക് വരികയാണ്. രാധിക, നീ അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടമ്മായി. നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ? തീർച്ചയായിട്ടും നടക്കും അമ്മായി. ഇനിയും കുറച്ചു നേരം കൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നത് നമുക്ക് കാണാം. നീയുടെ അമ്മയായിട്ട് മാത്രം വന്നവൾ, ഇന്നലെ രാത്രി നീലനേട്ടനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടവൾ, ഇന്ന് മാത്രം എങ്ങനെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് കിടന്നുറങ്ങും? അവളെക്കൊണ്ട് ഒരിക്കലും ഇത് സാധിക്കില്ല. ഇനിയും കുറച്ചു നേരം കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും, നോക്കിക്കോ. ശരി, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ലൈറ്റൊക്കെ ഓഫ് ചെയ്യാണ്. അതേസമയം ഇന്ദുവിൻ്റെ മുറിയിലാണെങ്കിൽ അവൾ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നീലൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന പാലിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ട് അവിടെ ടേബിളിന് മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇന്ദു, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എൻ്റെ അമ്മയും രാധികയും ചേർന്ന് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ലല്ലോ. അവർ പറഞ്ഞ എല്ലാ കാര്യവും നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് നിൻ്റെയും എൻ്റെയും ജീവിതമാണ്. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ചെറിയൊരു സമാധാനവും ആശ്വാസവും തോന്നുന്നുണ്ട്. ഇതിലെങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. വെറുതെ ഓരോന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ രാധികയും അമ്മയും പറഞ്ഞതുപോലെ നീലൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ട്. പക്ഷേ അതേ നീലൻ തന്നെയാണ് തൻ്റെ മുന്നിൽ നിന്നും പറയുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് താൻ ഭയപ്പെടേണ്ടെന്നും സമാധാനത്തോടെ ഇരിക്കെന്നും. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് അവൻ പറയുന്നത്, ഞാനിവിടെ നിലത്ത് കിടന്നോളാം, താനിവിടെ കിടക്കയിൽ കിടന്നോളൂ എന്ന്. അപ്പോൾ അവൻ പായം തലേണയൊക്കെ എടുത്ത സമയത്ത് ഇന്ദു പറയുന്നുണ്ട്, ഏയ് അത് വേണ്ട, ഞാൻ തറയിൽ കിടന്നോളാം, സാറ് ഇവിടെ കിടക്കയിൽ കിടന്നോ. ഏയ് അത് വേണ്ടടോ, താനിവിടെ കിടന്നോ. ഇല്ല സാർ, ഞാൻ തറയിൽ കിടന്നോളാം, എനിക്ക് അതാണ് ശീലം. അപ്പോൾ അവൾ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ പിന്നെ നീലൻ വിട്ടുകൊടുക്കുവാണ്. ഇന്ദു തന്നെ അവൻ്റെ കയ്യിൽ നിന്നും പായ വാങ്ങിയിട്ട് നിലത്ത് വിരിച്ച് കിടക്കുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്കുകയാണെങ്കിലും മുഖത്തോട് മുഖം ആവുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ തിരിഞ്ഞു കിടക്കുകയും ചെയ്യാണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുവാണ്. അവരുടെ മുറിയുടെ വാതിൽ പുറത്ത് നിന്ന് ലോക്ക് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ രാധിക ലോക്ക് മാറ്റിയിട്ട് രാധികയും വാസന്തിയും കൂടി ഇങ്ങനെ അക്ഷമയായിട്ട് കാത്തു നിൽക്കുകയാണ്. കാരണം കുറച്ച് സമയത്തിനകം ഇന്ദു പുറത്തേക്ക് വരുമെന്നും അവൾക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു രാധികയുടെ പ്ലാന്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം ഇങ്ങനെ കടന്നു പോകുന്നതല്ലാതെ ഇന്ദു പുറത്തേക്ക് വരുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ വാസന്തി കണ്ണുകൊണ്ട് രാധികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കുക എന്ന അർത്ഥത്തിൽ. രാധികയാണെങ്കിൽ ചമ്മിയിട്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇന്ദുവും നീലനും അപ്പോഴേക്കും ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാധികയോട് വാസന്തി ടെൻഷൻ അടിച്ച് പറയാണ്, എന്താ രാധിക, പോയിട്ട് കുറേ നേരമായല്ലോ, നീയല്ലേ പറഞ്ഞത് അവളിപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, പക്ഷെ അവൾ വരുന്നതൊന്നും കാണുന്നില്ലല്ലോ. അതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മായി, നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി നോക്കി നിൽക്കാം. രാധിക വീണ്ടും ക്ഷമയോടെ പറയാണ്.
അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു. ഇവർ കാത്തു നിന്ന് കണ്ണ് കഴിക്കുകയാണ്. അവസാനം ദേഷ്യത്തോടെ വാസന്തി പറയുന്നുണ്ട്, അവളിനി റൂമിൽ നിന്ന് പുറത്ത് വന്നത് തന്നെ നമ്മളാണ് തെറ്റ് ചെയ്തത്. ആവശ്യമില്ലാതെ അവർക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുത്തു. അത് കേട്ട് രാധികയ്ക്കും വല്ലാത്തൊരു പേടി തോന്നുവാണ്. കാരണം അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ദുവും നീലനും ഒന്നിച്ച് താമസിക്കുന്നുള്ളത്. അപ്പോൾ ഇന്ദു എന്തായാലും പുറത്തിറങ്ങി വരുന്നുള്ള പ്രതീക്ഷയോടെയാണ് അവൾ കാത്തു നിന്നത്. വാസന്തിയുടെ ദേഷ്യം കൂടി കേട്ടപ്പോൾ രാധികയ്ക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. ഛേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വാസന്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. രാധികയാണെങ്കിൽ ആ മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട്, ആദ്യ രാത്രി ഏർപ്പാടാക്കി കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്ടിലേക്ക് പെട്ടിയും കിടക്കെ എടുത്ത് ഇറങ്ങിപ്പോകുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു ദിവസം കൊണ്ട് നീ അതൊക്കെ മാറി സന്തോഷത്തോടെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായല്ലേ. രാധികയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നേരം പുലർന്നു വരികയാണ്. നീലനെ ഉറക്കം തെളിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് തൻ്റെ കെട്ടിലിന് താഴെയായിട്ട് കിടക്കുന്ന ഇന്ദുവിനെയാണ്. ആ സമയത്ത് അവളുടെ ദേഹത്ത് നിന്ന് പുതപ്പ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ ബ്ലൗസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ പോയതാണെങ്കിലും അത് കണ്ടപ്പോൾ അവന് ഉറങ്ങാൻ പറ്റിയില്ല. അവൻ എഴുന്നേറ്റ് താഴെ വന്നിട്ട് ആ ബാക്കിയുള്ള പുതപ്പെടുത്തിട്ട് ഇന്ദുവിന് പുതച്ചു കൊടുക്കുവാണ്, അവളുടെ ദേഹം കാണാത്ത രീതിയിൽ. ഇന്ദു നല്ല ഉറക്കത്തിലാണ് ഉണ്ടായിരുന്നത്. നീലം വീണ്ടും പോയി ബെഡിലിരുന്നിട്ട് സമയം നോക്കുമ്പോൾ 6:30 മണിയായിട്ടുണ്ട്. സമയം 6:30 ആയല്ലോ. ഇന്ദുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചാലോ? നല്ല ടയേർഡാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് എഴുന്നേൽക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി നീലനും വേഗം ബെഡിൽ കിടന്ന് വീണ്ടും ഉറങ്ങുവാണ്. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോഴാണ് ഇന്ദുവിന് ഉറക്കം തെളിയുന്നത്. അവൾ എഴുന്നേറ്റിട്ട് നോക്കുന്ന സമയത്ത് നീലൻ അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അവൾ സമയം നോക്കുമ്പോൾ 8:05 ആയിട്ടുണ്ട്. ഇന്ദു എഴുന്നേറ്റ് നീലനെ നോക്കിയതിന് ശേഷം പായൊക്കെ മടക്കി വെക്കുകയാണ്. എന്നിട്ട് അവൾ പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോഴേക്കും നീലൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇന്ദു. അത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുവാണ്. കാരണം അവൻ ഉറങ്ങുന്നതായിരുന്നല്ലോ അതുവരെ. എന്നിട്ട് അവൻ എഴുന്നേറ്റ് വന്ന് ചോദിക്കുകയാണ്, എഴുന്നേറ്റോ? എഴുന്നേറ്റു സർ. ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ താൻ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാനും കിടന്ന് വീണ്ടും ഉറങ്ങിപ്പോയി. ഇന്ദു അതിന് മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ഒന്നും പറയാതെ മുഖത്തോട്ട് നോക്കി നിന്ന് കണ്ടപ്പോൾ നീലം പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. ഇന്ദുവും ചിരിച്ചുകൊണ്ട് തിരിച്ചു പറയാണ്, ഗുഡ് മോർണിംഗ്. അവർക്ക് തമ്മിൽ പരസ്പരം ഒന്നും പറയാനില്ലാത്തതുപോലെ നിൽക്കുവാണ്. അപ്പോൾ നീലനാണെങ്കിൽ ഇന്ദുവിനോടൊരു കാര്യം പറയണമെന്നുണ്ട്. അതെങ്ങനെയാണ് അവളൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ ഇടറിയിടക്കൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യമുണ്ട്, പക്ഷേ അതെങ്ങനെയാ പറയുവാന്ന് എനിക്കറിയില്ല. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ് ഇന്ദു. അപ്പോൾ നീലം പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അമ്മയാണെങ്കിലും രാധികയാണെങ്കിലും നീ എങ്ങനെയാണ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കി നിൽക്കുമായിരിക്കും. താൻ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രശ്നം ഉണ്ടാക്കും. ഇന്ദു മനസ്സിലായില്ല സർ. അതെങ്ങനെയാണ് ഇന്ദുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് അറിയാതെ നീലനും കുഴങ്ങി നിൽക്കുകയാണ്. അവനിങ്ങനെ തലചൊറിഞ്ഞിട്ടും എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കുക എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, നമ്മൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണാറില്ലേ, ഈ ആദ്യ രാത്രിയുടെ ദിവസം കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിലും ഒക്കെ കഴിഞ്ഞതുപോലെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോഴും ഒന്നും മനസ്സിലാവാത്ത പോലെയാണ് ഇന്ദു നിൽക്കുന്നത്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ലേ? നീലൻ ചോദിക്കുകയാണ്. ഇന്ദു മനസ്സിലായെങ്കിലും അവൾക്കൊരു ചമ്മലോടെ നിൽക്കുകയാണ്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ദു, ഇന്നലെ രാത്രി ആദ്യ രാത്രി നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും. വീണ്ടും ഇത് തന്നെ അവർ ആവർത്തിക്കും. ഒന്നുകൂടി ആദ്യ രാത്രിക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും ഇതേ കോലത്തിൽ നിൽക്കുന്നത്? നമുക്ക് തന്നെയല്ലേ അത് ബുദ്ധിമുട്ട്. അവൻ പറയുന്നതൊക്കെ ഇന്ദുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ? ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇന്ദു തലയാട്ടുന്നുണ്ട്. തനിക്ക് ദേഷ്യമൊന്നും തോന്നില്ലെങ്കിൽ തൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന പൂവ് കുറച്ചൊക്കെ ഉതിർത്തിടാമോ? ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ദു തന്നെ അത് ചെയ്യണം. അപ്പം ചെയ്യേണ്ട രീതിയൊക്കെ നീലൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കയ്യിൽ ഉതിർത്തെടുത്ത മുല്ലപ്പൂവൊക്കെ അവളുടെ തലയിൽ തന്നെ ഇടാൻ വേണ്ടി നീലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ നെറ്റിയിലുണ്ടായിരുന്ന പൊട്ട് കാണുകയാണ്. ഇന്ദു, ആ പൊട്ട് ഒന്ന് അഴിച്ചു വെക്കാമോ? അവളാണെങ്കിൽ സിന്ദൂരമൊക്കെ ഒരു തരത്തിൽ മായ്ച്ചു കൊണ്ട് നിൽക്കുകയാണ്. നീലം പറഞ്ഞതുപോലെ തന്നെ റൂമിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാസന്തിയും രാധികയും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ദു അവനെ നോക്കിയപ്പോൾ അവൻ പറയുന്നുണ്ട്, നിയമോൾക്ക് ഒരു ചെറിയ ഫാൻ ഉണ്ടായിരുന്നല്ലോ, അവളത് അവിടെ വെച്ചത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുറിയിൽ. എന്നിട്ടൊരു പോർട്ടബിൾ ഫാൻ കൊണ്ടുവന്നിട്ട് ഇന്ദുവിൻ്റെ മുടിക്ക് നേരെ അടിക്കുകയാണ്. ആ സമയത്ത് അവളുടെ മുടിയൊക്കെ പാറി പറക്കുന്നുണ്ട്. പിന്നീട് ഒരു വാട്ടർ ബോട്ടിലുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട്, ഇന്ദു ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈകളിൽ തന്നെ ആക്കിയിട്ട് അത് ഇന്ദുവിൻ്റെ മുഖത്തൊക്കെ കൈകൊണ്ട് കുടയുവാണ്. പിന്നെ അവളുടെ സാരിയുടെ മുന്താണി വളരെ അടുക്കോടു കൂടിയാണ് മടക്കി വെച്ചിരിക്കുന്നത്. താൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ തൻ്റെ സാരിയുടെ ആ ഒരു മൊട്ടുസൂചി അതൊന്ന് മാറ്റാമോ?
ഞാൻ നോക്കില്ല, ഞാൻ തിരിഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദു കണ്ണാടിയിൽ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു പ്ലീറ്റ് എടുത്ത് മാറ്റുന്നുണ്ട്. ആകെ കൂടെ ഒരലങ്കോലമായ കോലത്തിലായിട്ടുണ്ടായിരുന്നു ഇന്ദു അപ്പോഴേക്കും. ആ ഓക്കെ ഇന്ദു, ഇപ്പോൾ താൻ പുറത്തേക്ക് പോയിക്കോ. ഇന്ദു പുറത്തേക്ക് നടക്കുന്ന സമയത്ത് അവൾ ശരിക്കും ഒരു ആദ്യ രാത്രി കഴിഞ്ഞ് ഇറങ്ങി വന്നൊരു പെണ്ണിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവൾ മുന്നോട്ടേക്ക് പോയതും വീണ്ടും തിരിച്ചു വന്നിട്ട് നിലനെ നോക്കുവാണ്. എന്താ ഇന്ദു? സർ, എനിക്ക് സാറിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞോളൂ. ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് ഓട്ടോ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മായി താക്കോൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോട്ടെ എന്ന്. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് നീലം പറയാണ്, ഇതൊക്കെ ചോദിക്കാൻ എന്താ ഉള്ളത് ഇന്ദു? തനിക്ക് പോവാൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ദു അവനെ തന്നെ നോക്കി നിന്നപ്പോൾ നീലം പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, എനിക്കും തനിക്കും കല്യാണം കഴിഞ്ഞു. ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. താൻ വീണ്ടും ജോലിക്ക് പോകണോ വേണ്ടയോ അതൊന്നും എന്നോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. തൻ്റെ മനസ്സിന് എന്താണ് ശരി എന്ന് തോന്നുന്നത് അത് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. മുഴുവൻ സപ്പോർട്ടോടു കൂടിയാണ് നീലം പറയുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ഒത്തിരി സന്തോഷമായി. ശരി സർ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സർ. എന്താ ഇന്ദു? നിങ്ങളുടെ അമ്മ ഇനി ഒരിക്കലും രുക്മിണി അമ്മയുടെ വീട്ടിലേക്ക് പോവരുതെന്നും അവരുമായിട്ട് ഒരു ബന്ധവും വെക്കാൻ പാടില്ല എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല സർ. എനിക്ക് നിയമോൾ എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ രുക്മിണി അമ്മയും ആ വീട്ടിലുള്ളവരും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. എനിക്ക് അത് മനസ്സിലാവും ഇന്ദു. തനിക്കും എനിക്കും കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ മറ്റുള്ള ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് ആലോചിച്ചിട്ട് താൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് തനിക്ക് ധാരാളമായിട്ട് ചെയ്യാം. ആരെക്കുറിച്ച് ചിന്തിച്ചിട്ടും താൻ ഭയപ്പെടുകയും വേണ്ട, ആശങ്കപ്പെടുകയും വേണ്ട. തനിക്ക് എപ്പോഴും കൂട്ടായി തനിക്കുള്ള എല്ലാ ധൈര്യത്തിനും പിന്നിലായിട്ട് ഈ നീലൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ഒത്തിരി സന്തോഷമാവുകയാണ്. താങ്ക്സ് സാർ. ഹേയ്, താൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. താൻ എന്തിനാ ഇതൊക്കെ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? താൻ പോയി കുളിച്ച് റെഡിയാവ്. ഇന്ദു കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ അലമാര തുറക്കുകയാണ്. നീലം വീണ്ടും പോയി ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പുറത്താണെങ്കിൽ രാധിക ദേഷ്യത്തോടെ ചിന്തിക്കുകയാണ്, ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് കരുതി രാത്രി തന്നെ ബാഗും എടുത്തിട്ട് പോകുമെന്നാണ് കരുതിയത്. എന്നിട്ട് അതിനുള്ള ഈ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തത്. ഇത് നോക്കുമ്പോൾ ഇത്ര സമയമായിട്ടും ഇവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇനിയൊരു പക്ഷേ അവർക്കുള്ളിൽ എല്ലാം നടന്നു കാണുമോ? നീലനെ ഒന്ന് നോക്കിയിട്ട് ഇന്ദു പുറത്തേക്ക് നടക്കുകയാണ്. ഇന്ദു അവിടുന്ന് പോയ സമയം നോക്കിയിട്ട് നീലം വേഗം ബെഡിലുണ്ടായിരുന്ന പൂക്കളൊക്കെ താഴേക്ക് വാരി വലിച്ചെറിയാണ്. ആദ്യ രാത്രി നടന്നതിനുള്ള എല്ലാ സീനും അവൻ ആ മുറിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യം തന്നെ വാസന്തിയെയും അത് കഴിഞ്ഞ് രാധികയാണ് കാണുന്നത്. വാസന്തി നോക്കുന്ന സമയത്ത് ഇന്ദുവിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന സിന്ദൂരമൊക്കെ ആകെ മാഞ്ഞ അലങ്കോലായിരിക്കുകയാണ്. അവർ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഇന്ദു ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇന്ദുവിനെ ആകെ അടിമുടി നോക്കി നിൽക്കുകയാണ് രാധിക. അവളുടെ സാരി അലങ്കോലപ്പെട്ടിട്ടുണ്ട്. തലയിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂ ആകെ ചിന്നിച്ചിതറിയിരിക്കുകയാണ്. മുടിയൊക്കെ അലങ്കോലായിരിക്കുകയാണ്. നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കൂടെ കണ്ടതോടെ രണ്ടുപേർക്കും കാര്യം ബോധ്യമായി. അവരിത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ദുവിനും നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ രാധിക ടെൻഷൻ അടിച്ച് ചിന്തിക്കുകയാണ്, ഇതെന്താ ഇവൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? തലമുടിയൊക്കെ ആകെ അലങ്കോലായിരിക്കുകയാണ്. കുങ്കുമം മാഞ്ഞിരിക്കുകയാണ്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യ രാത്രി നന്നായി ആഘോഷിച്ചിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. ഒരുപക്ഷേ ശരിക്കും ഫസ്റ്റ് നൈറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുമോ? രാധിക തുപ്പൽ പോലും ഇറക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇന്ദുവിനാണെങ്കിൽ അവരുടെ നോട്ടം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത് മട്ടിൽ തന്നെയാണ് ഇന്ദുവും നിൽക്കുന്നത്. ഒരുപാട് സമയം അവർക്ക് മുന്നിൽ നിൽക്കാതെ ഇന്ദു വേഗം കുളിക്കാനെന്ന മട്ടിൽ വേഗം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ വാസന്തി വേഗം വന്നിട്ട് രാധികയോട് പറയുന്നുണ്ട്, ഏയ് രാധിക, ഇവളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അമ്മായി തോന്നിയത് അത് തന്നെയാണ് എനിക്കും തോന്നിയത്. നിന്റെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി എന്നെ വേണം ആദ്യം പറയാൻ. അവൾക്ക് ആദ്യ രാത്രിക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തു ഞാൻ. അയ്യോ, വാസന്തി ദേഷ്യത്തോടെ പിറുപിറുക്കാണ്. രാധികയ്ക്കും അടികൊണ്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മറുത്തൊന്നും പറയുന്നില്ല. ഇത് തന്നെ അവസരം എന്ന് കരുതി അവളാണെങ്കിൽ നീലൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനും തുടങ്ങി. എന്തൊക്കെയാ രാധിക ഇതൊക്കെ? എൻ്റെ തീരുമാനം എവിടെയോ തെറ്റുപറ്റിപ്പോയി അമ്മായി. ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ച അവളെ ഇനി എന്ത് പേരും പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പുറത്താക്കുക? അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മായി. ഒരുപക്ഷെ ആദ്യ രാത്രി നടന്നതുപോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്തതായിരിക്കുമോ? അഭിനയിക്കാനോ? അതെന്തിനാ? എനിക്കങ്ങനെയാണ് അമ്മായി തോന്നുന്നത്. നിൽക്ക്,
നമുക്ക് അവളെ നോക്കാം, വാച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇന്ദുവിന് പിന്നാലെ പോവാണ്. ഇന്ദു കുളിമുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും പൂർണ്ണി അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു. ഏട്ടത്തി, പൂർണ്ണി, ഞാൻ നിങ്ങളുടെ റൂമിൻ്റെ വന്ന് വാതിൽ തട്ടാന്ന് കരുതിയതാണ്. പിന്നെ ഏട്ടത്തി നല്ല ഉറക്കത്തിലായിരിക്കും എന്ന് കരുതി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി. അതാണ് ഞാൻ വിളിക്കാതിരുന്നത്. രാധികയും വാസന്തിയും പിന്നാലെ വന്നിട്ട് പൂർണ്ണിയുമായിട്ട് ഇന്ദു എന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ പൂർണ്ണിയാണെങ്കിൽ ഇന്ദുവിനെ അടിമുടി നോക്കുന്നുണ്ട്. അവൾക്കും കാര്യമൊക്കെ മനസ്സിലായി, അവരുടെ ആദ്യ രാത്രി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ മടിച്ച് പൂർണ്ണി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി, ഞാൻ ചെറിയ കുട്ടിയാണ്, നിങ്ങളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എല്ലാം ഓക്കെ ആണോ? എനിക്ക് മനസ്സിലായില്ല പൂർണ്ണി. അതല്ല ഏട്ടത്തി, ഇന്നലെ വീട്ടിൽ നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ ആയോ? ഇന്ദു എങ്ങനെയെങ്കിലും അത് പൂർണ്ണിയോട് പറയണമെന്ന് കരുതിയിട്ട് മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ചുറ്റിലും നോക്കുന്ന സമയത്ത് അവളവിടെ മാറി നിന്ന് വീക്ഷിക്കുന്ന വാസന്തിയെയും രാധികയും കണ്ട് അവർ ഒളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മുന്നിൽ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു അഭിനയിച്ചത്. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണിയോടും അവൾ കള്ളം പറയാണ്. എല്ലാം ഓക്കെയാണ് പൂർണ്ണി. അത് കേട്ട സമയത്ത് രാധികയും വാസന്തിയും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പൂർണ്ണിയോട് എന്തായാലും അവൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് രാധികയ്ക്കും വാസന്തിക്കും അറിയായിരുന്നു. അപ്പോൾ പൂർണ്ണിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഇന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. സൂപ്പർ ഏട്ടത്തി, നിങ്ങളും എൻ്റെ ഏട്ടനും ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ് ഏട്ടത്തി. അത് കേട്ട സമയത്ത് രാധികയും വാസന്തിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. പൂർണ്ണി കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്ദുവിനെ അവിടുന്ന് പറഞ്ഞു വിടാനും തിരിച്ച് നീലനെ കൊണ്ട് രാധികയെ കല്യാണം കഴിപ്പിക്കാനൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. പക്ഷേ ഓപ്പോസിറ്റായിട്ട് ഇന്ദുവും നീലനും തമ്മിലുള്ള ആദ്യ രാത്രി തന്നെയാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവർ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.